രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങി ചോറും വെച്ചു. ഇനി എന്താണ് ഉച്ചയൂണിന് കറി? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയുമില്ല. എല്ലാ ദിവസവും കറിയുടെ കാര്യത്തിൽ ആകെ ഒരു കൺഫ്യൂഷനാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ്. ആലോചിച്ചിരിക്കുമ്പോഴതാ പോകണു നമ്മുടെ മുസ്തഫ്ക. മീൻകാരൻ മുസ്തഫ്ഖാനെ കൂക്കി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നു. ഇനി നമുക്ക് കുറച്ച് മീൻകറി വെച്ചാലോ? അപ്പോൾ ഉച്ചയൂണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സാധാരണ മുസ്തഫയ്ക്ക് എത്താൻ ഉച്ചയാവും. മീനൊക്കെ അഴുകിയിട്ടുണ്ടാവും. അധികവും അങ്ങനെ ആയതുകൊണ്ട് മീൻ വാങ്ങിക്കാറില്ല. പക്ഷേ ഇന്നത്തെ മീൻ അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ ഇവൻ്റെ ഒരു ഗുമ്മ്, എന്താ ഭംഗി! നമുക്കിവനെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ? അങ്ങനെ എല്ലാ മീനും മുറിച്ച് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് പൊരിച്ചെടുക്കാം. കറി വെക്കാനുള്ള മീൻ മറ്റൊരു ചട്ടിയിലോട്ട് മാറ്റിച്ചിട്ടുണ്ട്. ചട്ടിയിലാണ് ഞാൻ മീൻ കറി വെക്കാറ്. കുട്ടികളുള്ളത് കൊണ്ട് മുളക് പൊടി നന്നേ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. കറി വെച്ച മീൻ കറി തലേന്ന് ഉപയോഗിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇന്ന് വെച്ച മീൻ കറി നാളെ ഉപയോഗിക്കുമ്പോൾ രുചി കൂടും. കുട്ടികൾക്ക് കറി വെച്ച മീൻ കറിയേക്കാൾ കൂടുതൽ ഇഷ്ടം പൊരിച്ച മീൻ കഴിക്കാനാണ്. അതുകൊണ്ട് പൊരിക്കാനുള്ളതാണ് കൂടുതലായി ഉപയോഗിക്കാറ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ആഹാ, പഴമക്കാരുടെ പാട്ടാണല്ലേ. സത്യത്തിൽ മീൻ കറി വെക്കുമ്പോൾ കുടംപുളി ഇട്ട് വെക്കണം. മീൻ കറിക്ക് രുചി കൂടുക കുടംപുളി ഇട്ട് വെക്കുമ്പോഴാണ്. ഇവിടെ കുടംപുളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ വാളംപുളി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് മീൻ കറി വെക്കുന്നത്. ഇങ്ങനെ മുളക് പൊടിയൊക്കെ പുരട്ടി അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ചു. നമ്മളിതേ മീൻകുട്ടനെ പൊരിച്ചെടുക്കുകയാണ്. മീൻ കഴിക്കാൻ വേണ്ടി അമ്പാടിക്കുട്ടൻ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അവനെ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം കാണിക്കാൻ പറ്റിയ കോലത്തിലല്ലായിരുന്നു ഉള്ളത്. അങ്ങനെ നമ്മുടെ പുയ്യാപ്പിള മീനിതേ പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായി തിളച്ചു. ഒരു ഭാഗം നന്നായി മുരിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെക്കാം. കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. നേരത്തെ നമ്മൾ ചട്ടിയിലകത്തോട്ട് മാറ്റി വെച്ചിട്ടുള്ള മീനാണിത് കറി വെക്കാൻ വേണ്ടി. അതിനകത്തോട്ട് നമുക്ക് നന്നായിട്ട് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ തക്കാളി, ഉള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെക്കാം. നമുക്ക് കറി ആകുമ്പോഴേക്ക് മീൻ വറുത്തതും കറിയും ആകുമ്പോഴേക്ക് നമുക്ക് ഉച്ചയ്ക്കുള്ള ഒരു തോരനും കൂടി തയ്യാറാക്കിയാലോ? ഇലക്കറികൾ ഞങ്ങൾ അധികം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇലഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ തൊടിയിലുണ്ടായിട്ടുള്ള ഒരു ഇല ഞാൻ പറിച്ചു കൊണ്ടുവരാം. എന്താണ് ഇതിൻ്റെ പേരെന്ന് അറിയില്ല. ഇതിൻ്റെ പേരറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്താണ് ഇതിൻ്റെ പേര് എന്ന് പറയണേ. കറി അവിടെ നിന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് കുറുകി വരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഇല. എന്താണ് ഇതിൻ്റെ പേര് എന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ തൊടിയിൽ നട്ടതാണ്. അധികവും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇലഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ആരും ഇപ്പോഴധികം ഇലഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. എങ്കിലും ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇല രണ്ട് ഭാഗം നന്നായി കഴുകുക. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പുഴു മുട്ടയിടാനും പുഴു ഇഴയാനും ചെറിയ പുഴുക്കളെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് ഭാഗവും നന്നായി കഴുകി ക്ലീൻ ചെയ്ത് എടുക്കാം. കഴുകി നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഇലയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ. കാരണം ഞങ്ങൾക്ക് അറിയില്ല ഇതെന്താണ് ഇതിൻ്റെ പേര് എന്ന്. അങ്ങനെ നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടി ഉറ്റിച്ച് കൊടുത്താൽ നമ്മുടെ ഉച്ചയൂണിനുള്ള പുയ്യാപ്പിള മീൻ കറിയും റെഡിയായി. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഇലയാണിത്. ഇതിനകത്തോട്ട് അരക്കഷ്ണം ഉള്ളിയും ഒരു 2 ചെറിയ പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും നമുക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് പാനടുപ്പത്ത് വെച്ച് തോരൻ ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് കടുക്, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ അരി ഇടും. അത് രുചി കൂടുക ചെയ്യുക. അരി ഇടുമ്പോൾ അരി എന്നിവയിട്ട് നന്നായിട്ട് അത് ചൂടായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇലയിട്ട് നന്നായി വഴറ്റി കൊടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം.
എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റൊക്കെ ഏകദേശം കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തോരൻ ഏകദേശം നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. അത്രയും ചപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ആയി വരുമ്പോഴേക്ക് ഇത് ഏകദേശം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 2 നേരം, ഒരു ചെറിയ കുടുംബത്തിൽ 2 നേരം കഴിക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തോരനിനകത്തോട്ട് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിനുള്ള മീൻ കറിയും തോരനും മീൻ വറുത്തതും റെഡിയായി. ഇനി പഴുത്ത മാങ്ങ ഇരിപ്പുണ്ട്. നമുക്ക് ആ പഴുത്ത മാങ്ങയിലകത്തോട്ട് മുളക് പൊടി ഉപ്പും ഇട്ട് അതും ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ ഉച്ചയൂണ് ഇന്നത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നാളത്തെ കാര്യം നാളെ നോക്കാം. നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ? കുട്ടികൾക്ക് കൊടുത്തു, അവർ കഴിച്ചു. ഞാൻ കഴിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയായി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ വണക്കം.